അപ്പോൾ കർക്കിടക കഞ്ഞി അച്ഛനാണ് കൊടുത്തത്. എങ്ങനെയുണ്ട് അച്ഛാ കഞ്ഞി? ഹലോ ഫ്രണ്ട്സ്, ഇത് കർക്കിടക കഞ്ഞിയാണ്. അപ്പോൾ ഞാനും ഉണ്ടാക്കി കർക്കിടക കഞ്ഞി. വൈദ്യശാലയിൽ നിന്ന് വാങ്ങിയതാണ് കിറ്റ്, അല്ലാതെ നമുക്ക് വേറെ വഴിയൊന്നുമില്ല ഉണ്ടാക്കാൻ. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കുന്നതാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഇത് ഉണ്ടാക്കിയപ്പോൾ ചുമ്മാ ഒരു വീഡിയോ എടുത്തു, കണ്ടു നോക്കൂ, ഇഷ്ടപ്പെടുമെന്ന്. ലാസ്റ്റിൽ അച്ഛൻ്റെ കുറച്ച് ടോക്ക് ഉണ്ട്, അത് കാരണമാണ് മുന്നിലെ എൻ്റെ ടോക്ക് ഞാൻ ഒഴിവാക്കിയത്. അപ്പോൾ നോക്കാം നമുക്ക് വീഡിയോ. അപ്പോൾ കഞ്ഞിക്കുള്ള അരിയാണിത്, നവരരിയാണ് കർക്കിടക കഞ്ഞിക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത്. അല്ല, എല്ലാവരും അങ്ങനെയാണ് എടുക്കുന്നത്. ഞാൻ കർക്കിടക കഞ്ഞിൻ്റെ കിറ്റ് വാങ്ങിയതാണ്. അപ്പം ആ കിറ്റിൽ ആവശ്യത്തിനുള്ള അരി ഉണ്ട്. കുറച്ച് എക്സ്ട്രാ അരി വാങ്ങി, കാരണം ഇനി കുറച്ച് 2 ആൾക്ക് 3 ആൾക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അരി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കൂടുതൽ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നവരരി. ഇത് ഞാൻ 100 ഗ്രാം ആണ് എടുത്തത്. ഇനി ഇതിലേക്ക് ഉലുവ ഒരു 1.5 ടേബിൾ സ്പൂൺ ഉലുവയാണ് ഞാൻ എടുത്തത്, സാധാ നമ്മുടെ ഉലുവ. അപ്പോൾ ഇതൊക്കെ കിറ്റിലുണ്ട്, കർക്കിടക കഞ്ഞിൻ്റെ കിറ്റിൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ കുതിർത്ത് വെക്കുകയാണ്. ഞാൻ ഏകദേശം ഒരു 4-5 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മരുന്ന്, തിളപ്പിക്കാനുള്ള മരുന്ന് കൂട്ട്. അപ്പോൾ ഇത് നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് എടുക്കണം. അതായത് എങ്ങനെയാ കണക്കെന്ന് വെച്ചാൽ 1.5 ലിറ്റർ വെള്ളത്തിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ. ഈ ഒരു കൂട്ടം, അതായത് ആ ഒരു പാക്കറ്റിൽ ഉള്ള എല്ലാ സാധനങ്ങളും ഒരാഴ്ചത്തേക്കുള്ളതാണ്. അപ്പോൾ അവരൊന്നിച്ചാണ് തരിക. അത് നമ്മൾ ഒരു 7 ദിവസത്തേക്കുള്ളത് മാറ്റി സെപ്പറേറ്റ് ആക്കി വീതം വെച്ച്, അങ്ങനെ ഞങ്ങൾ ഒരു ദിവസത്തേക്കുള്ള ഇത് എടുത്തതാണ് ഇത്രയും പൊടികളുള്ളത്. അപ്പോൾ അതൊക്കെ അമ്മയാണ് ചെയ്തത്. എനിക്കതിനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല, അമ്മ ഒക്കെ ചെയ്തെന്ന് എനിക്ക്. അപ്പോൾ ഇത് ഇപ്പോൾ ഒരു പ്രാവശ്യം കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത ഇതാണ്, മരുന്നിൻ്റെ കൂട്ടാണ്. ഈ മരുന്ന് പൊടി വേറെ ഉണ്ട്. ഇത് ഇട്ട വെള്ളത്തിലാണ് നമ്മൾ നമ്മുടെ നവരരി വേവിച്ചെടുക്കേണ്ടത്. അപ്പം ഞാൻ 1.5 ലിറ്റർ വെള്ളം എടുത്തു, അതിലേക്ക് ഈ മരുന്നിട്ടു. ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഈ 1.5 ലിറ്റർ വെള്ളം എന്നുള്ളത് 1 ലിറ്റർ ആക്കി എടുക്കണം. എന്നിട്ട് ആ 1 ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ ആ അരി വേവിച്ചെടുക്കുന്നത്. അപ്പോൾ 1 ലിറ്റർ അരിക്കുള്ള കഞ്ഞിക്കുള്ള അരി ഞാൻ എടുത്തിട്ടില്ല, എന്നാലും ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് 1.5 ലിറ്റർ വെള്ളത്തിൽ തന്നെ എടുത്തിട്ടുണ്ട്. വെള്ളം കുറച്ച് കൂടുതലുണ്ട്, അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളമേ ഒഴിക്കുകയുള്ളൂ. നമ്മൾ കറക്റ്റ് അളവിൽ വെള്ളം എടുക്കണം, അതാണ് ഈ മരുന്ന് കൂട്ടിൻ്റെ കണക്ക്. അപ്പോൾ ഇതാണ് വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് 1 ലിറ്റർ വരെ ആവണം തിളച്ചിട്ട്. അപ്പോൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണിത്. ഇതിൽ ഒരുപാട് മരുന്ന് ചെടികളാണുള്ളത്. അപ്പോൾ ഇതൊന്നും നമുക്ക് പുറത്തു പോയി പറിച്ച് എടുക്കാനുള്ള ഒരു സ്ഥലങ്ങളില്ല, ഒന്നുമില്ല. അപ്പോൾ ഇതിപ്പോൾ കടയിൽ നിന്ന്, ഒരു ആയുർവേദശാലയിൽ നിന്ന് ഒരു കിറ്റ് വാങ്ങിയതാണ്. അതിലുള്ള മരുന്നുകളാണ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് ആയുർവേദശാലയിൽ നിന്ന് കിട്ടും. അത് ഒരു കിറ്റ് വാങ്ങിയാൽ 7 ദിവസം ഉപയോഗിക്കാനുള്ളത് ഉണ്ടാവും. അപ്പോൾ ഇത് തിളയ്ക്കുന്ന നേരം നമുക്ക് അരി വേവിക്കാൻ വെക്കാം. അപ്പോൾ ഞാൻ ഒരു 5 മണിക്കൂർ കുതിർത്തിട്ടുണ്ട് അരി. ഈ അരിയും ഉലുവയും നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അത് നന്നായി വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ആ വെള്ളം വറ്റാനായിട്ടുണ്ട്, 1 ലിറ്ററൊക്കെ ആവാനായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാനത് എടുക്കുകയാണ്. അതെടുത്തിട്ട് അരിച്ചിട്ട് ആണ് ഈ അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ആശാളി, അത് ഞാൻ കാണിച്ചു തരാം, അതും കൂടെ ചേർത്തിട്ടാണ് വേവിക്കുന്നത്. ഇതെല്ലാം ഇതിന് വേണ്ട, ഈ കഞ്ഞി വയ്ക്കാനുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ആ കിറ്റിൽ കിട്ടും. അപ്പോൾ അതിൽ എഴുതിയിട്ടുമുണ്ട് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് എൻ്റെ 1 ലിറ്റർ വെള്ളം ആയത്, വറ്റിയിട്ട് 1 ലിറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊഴിച്ച് ആ വെള്ളത്തിൽ 1 ടീസ്പൂൺ ആശാളി ചേർത്തിട്ട് ഞാൻ വേവിച്ചെടുക്കാൻ പോവാണ്. കുക്കറിൽ നമുക്കൊരു 4-5 വിസിൽ അടിക്കണം. 5 വിസിൽ വരെ ഞാൻ അടിച്ചിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരി കുതിർത്ത കാരണം 5 വിസിൽ വരെ മതി. കുതിർത്തിട്ടില്ലെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ വിസിൽ നമ്മൾ അടിക്കേണ്ടി വരും ഇത് വെന്ത് വരാൻ. അപ്പം ഞാൻ 5 വിസിലാണ് ഇത് ഇട്ടത്. അപ്പം ഇത് വേവിച്ചെടുക്കാം.
ഇതാണ് ഞാൻ പറഞ്ഞ ആശാളി, കണ്ടില്ലേ? ഇത് ഞാൻ 1 ടീസ്പൂണാണ് കഞ്ഞിയിലേക്ക് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇത് ഞാൻ കുക്കറിൽ വിസിലടിക്കുകയാണ്. ആ നേരം നമുക്ക് നാളികേരം പാലെടുക്കണം. അപ്പോൾ ഞാനിത് നാളികേരം 1/2 മുറി നാളികേരം എടുത്തിട്ടുണ്ട്. ചൂടുവെള്ളത്തിൽ മിക്സിയിലിട്ട് ഒന്ന് അടിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് പാല് പിഴിഞ്ഞ് എടുക്കണം. ആ പാല് നമ്മൾ ഇനി ആ കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ 1-ാം പാല് 2-ാം പാല് അങ്ങനെയൊന്നുമില്ല, ഒറ്റ പാല് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ചൂടുവെള്ളത്തിൽ അടിച്ചെടുത്തത്. അപ്പോൾ ഇതാണ് എൻ്റെ കഞ്ഞി. വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ 5 വിസിലിട്ടു. നല്ല പോലെ വെന്തിട്ടുണ്ട്, കണ്ടില്ലേ? അരിയൊക്കെ നന്നായി വെന്ത് ഉലുവി നന്നായിട്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ നാളികേരപ്പാൽ ഒഴിക്കണം. അപ്പോൾ അരിപ്പയിൽ അരിച്ചിട്ട് ഡയറക്റ്റ് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ. അപ്പം ഞാൻ പാലൊഴിച്ച് കൊടുത്തു. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി തിളപ്പിക്കുമ്പോൾ പിരിഞ്ഞു പോകുന്നൊരു പേടിയുണ്ട്. അപ്പം അമ്മ പറഞ്ഞു പിരിയൊന്നുമില്ല, പ്രശ്നമില്ല എന്ന് പറഞ്ഞു. എന്നാലും എനിക്കൊരു പേടിയുണ്ട് ഇത് പിരിഞ്ഞു പോകുമോ എന്നുള്ളത്. അപ്പം ഞാൻ സ്റ്റവ് ഓണാക്കി ഞാൻ സിമ്മിലാണ് ഇട്ട് വെച്ചത്. അപ്പം ഇതാണ് ഇനി മരുന്നുകൂട്ട്. ഇതും ആ പാക്കറ്റിലുള്ളതാണ്. അപ്പം ഈ മരുന്നുകൂട്ട് 1 ടീസ്പൂൺ ഈ കഞ്ഞിയിലേക്ക് ഇട്ട് തിളപ്പിക്കണം. അപ്പം ഈ തേങ്ങാപ്പാൽ ഒഴിച്ച ശേഷം നമുക്ക് ഈ 1 ടീസ്പൂൺ മരുന്നുകൂട്ടും കൂടെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം 7 ദിവസത്തേക്കുള്ളതാണ് അവർ തന്ന പാക്കറ്റിലുള്ള. അപ്പോൾ അത് 1 ടീസ്പൂണാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഓഫാക്കാം. എന്നിട്ട് നമുക്കിത് വറവിടണം. ഞാനിത് ഒരുപാട് തിളയ്ക്കാൻ സമ്മതിച്ചിട്ടില്ല. അപ്പോഴേക്കും ഞാനിത് ഇളക്കി കൊടുക്കും. അപ്പോൾ ഇത് തിള വരുന്നുണ്ട്, പാല് പിരിയോ എന്നുള്ളൊരു ഇതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഓഫാക്കാം. ഇപ്പോൾ നമ്മളത് ആയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഓഫാക്കി വെക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് വറവിടാം. അപ്പോൾ അതിന് വേണ്ടത് ഞാനെടുത്ത് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തത്. അതിലേക്ക് ഒരു 10 ചെറിയ ഉള്ളി നന്നായി അരിഞ്ഞത് ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നെയ്യ് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് ഉള്ളി ആഡ് ചെയ്യാം. ഉള്ളി നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കിത് നമ്മുടെ കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ ഉള്ളി നന്നായിട്ട് കളർ മാറി ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഞാൻ കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഒഴിച്ചു കൊടുത്ത ഉടനെ ഞാനത് അടച്ചു വെച്ചു. എന്നിട്ടൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാനത് തുറന്ന് ഇളക്കിയത് കേട്ടോ. അപ്പോൾ അടച്ചു വെച്ചു. അപ്പോൾ കഞ്ഞി തുറന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ഔഷധക്കഞ്ഞീൻ്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ആ മരുന്ന് കൂട്ടിൻ്റെ ഒക്കെ മണം നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. അപ്പം ഇനി ഇത് അച്ഛനാണ് ഇന്നത്തെ നമ്മുടെ ഇര. അപ്പം അച്ഛന് ഞാൻ കൊടുക്കാൻ പോവാണ്. അപ്പം അച്ഛന് കുറച്ച് സംസാരിക്കാനുണ്ട് അതിനെ പറ്റിയിട്ട്, അത് കേൾക്കാം. അപ്പോൾ കർക്കിടക കഞ്ഞി അച്ഛനാണ് കൊടുത്തത്. എങ്ങനെയുണ്ട് അച്ഛാ കഞ്ഞി? കർക്കിടക കഞ്ഞി ഔഷധ സമ്പുഷ്ടമായ ഒരു ഭക്ഷണമാണ്. ഞങ്ങൾക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് എല്ലാ കർക്കിടക മാസങ്ങളിലും ചുരുങ്ങിയത് 7 ദിവസങ്ങളിൽ ഈ കഞ്ഞി ഉപയോഗിക്കാറുണ്ട്. പൊതുവെ ആരോഗ്യ സംരക്ഷണത്തിന് ആരോഗ്യകരമായൊരു ശരീരം സംരക്ഷിക്കാൻ ഏറ്റവും നല്ല ഒരു ഭക്ഷണമാണ് ഈ കർക്കിടക കഞ്ഞി. നമുക്കറിയാം, കഞ്ഞിക്ക് ഒരു ചെറിയ ചവർപ്പുണ്ടെങ്കിലും അതിൻ്റെ കൂടെ നമുക്ക് പുളിയിഞ്ചിയോ അതല്ലെങ്കിൽ കട്ടിയുള്ള എന്തെങ്കിലും കറികൾ കഴിക്കാം. അപ്പോൾ മുതിരപ്പേരി അതിന് പറ്റിയ ഏറ്റവും നല്ല കറിയാണ്. മുതിര കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ മുതിര മാത്രമല്ല കഞ്ഞിയുള്ള ഔഷധങ്ങളും മുതിരയൊക്കെ നമ്മുടെ എല്ലുകൾക്കും മസിലിനും ഒക്കെ ബലം നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ആഹാരമാണ്. അപ്പോൾ എല്ലാ വർഷവും കഴിവെങ്കിൽ എല്ലാവരും കർക്കിടക മാസത്തിലല്ല ഏത് മാസവും ഉപയോഗിക്കാം. പക്ഷേ കർക്കിടക മാസത്തിലാണ് ശരീരത്തിന് ഏറ്റവും പിടിക്കുക എന്നാണ് പറയുന്നത്. ശരീരത്തിന് മഴക്കാലത്ത് തണുപ്പുള്ളപ്പോൾ ഉള്ള ശരീരം ഒഴിച്ചിലൊക്കെ നടത്തുന്ന കാലമാണ്, കുഴമ്പൊക്കെ പറ്റി വീഴുന്ന കാലമാണ്. ആ കാലത്ത് ഈ കർക്കിടക കഞ്ഞി അധികം വെള്ളമില്ലാതെ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. തീർച്ചയായിട്ടും ആരോഗ്യ സംരക്ഷണത്തിന് നല്ലതാണ്. എല്ലാവർക്കും പൂർണ്ണമായ ആരോഗ്യം ഉണ്ടാവട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.